രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അകലെ നിന്ന് തന്നെ കാക്കകൾ വട്ടം കൂട്ടി ഇരിക്കുന്നത് കണ്ടു. അവിടെ കറുത്ത ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു ആമയാണെന്ന് മനസ്സിലായി. അതിന് ജീവനുണ്ടോ, അതെന്താണ് അവിടെ ഇരിക്കുന്നത് എന്നായി അടുത്ത ചിന്ത. അടുക്കും തോറും അത് ചത്ത ഒരു ആമയാണെന്ന് മനസ്സിലായി. എല്ലാത്തിലും ഭക്ഷണം തേടുന്ന കാക്കകൾ നാലു ഭാഗത്തും ഉണ്ട്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്ര കട്ടിയാണ് ആമയുടെ ശരീരഭാഗങ്ങൾ, തോലും പുറന്തോടുമെല്ലാം. കടലാമകൾ സീസണിൽ മുട്ടയിടാൻ വേണ്ടി കടപ്പുറത്ത് കയറുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് ഒരു കടലാമയെ നേരിട്ട് കാണുന്നത്. ഒലീവ് ടർട്ടിൽ എന്ന് പറയപ്പെടുന്ന കടലാമയാണിത്. ഇവ മുട്ടയിടാൻ വേണ്ടി രാത്രിയിൽ ഒന്നിച്ച് ആണ് കരയിലേക്ക് വരാറ്. ഈ ആമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. വന്നപ്പോൾ വല്ല നായകളും കൂട്ടമായി ആക്രമിച്ചതാണോ, അങ്ങനെ ചത്തുപോയതാണോ, അതാ സ്വാഭാവികമായ മരണമാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അതിൽ നിന്ന് മൃതദേഹത്തിൽ നിന്നുള്ള മണം വരുന്നുണ്ട്. കടലാക്രമണത്തിൽ തകർന്ന തീരദേശത്തെ വീടാണിത് കാണുന്നത്. ഇതുപോലെ പല വീടുകളും നശിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇതേപോലെ വീടുകൾ കടലാക്രമണത്തിൽപ്പെട്ട് നശിച്ചു പോകുന്നുണ്ട്. തെങ്ങുകളും കൃഷികൾ അനവധി നാശത്തിൽപ്പെടുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ 2 നായ്ക്കളും അവിടെ വന്നു. അതിനിടയ്ക്ക് ഒരാൾ കയ്യിൽ ഒരു മിക്സർ പൊതിയും മത്സ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി വരുന്നത് കണ്ടു. പെട്ടെന്ന് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ അയാൾ മിക്സർ പൊതി പൊട്ടിച്ച് കാക്കകൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദിവസം 2 നേരം ഇതുപോലെ ചെയ്യാറുണ്ടെന്ന്. അയാളെപ്പറ്റി ചോദിക്കുന്നതിന് മുമ്പ് അയാൾ സ്ഥലം വിട്ടതുകൊണ്ട് ആരാണ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാളൊരു കാര്യം ചെയ്തു. കുറച്ച് അകലെ പോയപ്പോൾ ഒരു കല്ലെടുത്ത് ആ 2 നായ്ക്കളെ എറിഞ്ഞു. അപ്പോൾ ജീവകാരുണ്യം കൃത്യമായിട്ടുള്ളൊരു തത്വം അതിന് പിന്നില്ല എന്നാണ് മനസ്സിലായത്. നായ്ക്കളെ എറിയുന്ന ആൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തു. എന്താണ് അതിന് ഫലം?
മീൻഭാഗം കഴിക്കാൻ ഒരു പരുന്ത് കൂടി അവിടെ വന്നു ഇറങ്ങി. അത് പല പ്രാവശ്യം അവിടെ റോന്ത് ചുറ്റുന്നത് കണ്ടു. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് റിസോർട്ടുകൾ. ബീച്ചുകളിൽ ടൂറിസ്റ്റ് റിസോർട്ടുകൾ. പണ്ടുകാലത്ത് വെറുതെ കിടന്നിരുന്ന സ്ഥലങ്ങൾ പണമുള്ളവർ വാങ്ങിയെടുത്ത് റിസോർട്ടുകൾ പണി ചെയ്യുന്നു. ദിവസം 10,000 രൂപ എല്ലാമുള്ള റൂമുകൾ ഉണ്ടാക്കി വിദേശികൾക്കും സ്വദേശികൾക്കും ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. അത്തരമൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ്? വിദേശ